വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അതിൽ ഗൈഡഡ് മീഡിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ രണ്ട് തരത്തിലുണ്ട്, ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയയും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. വയേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വയർലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. ഇനി നമ്മൾ അതിൽ വയർലെസ് ആയിട്ടുള്ള, അതായത് അൺഗൈഡഡ് ആയിട്ടുള്ള മീഡിയയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ് മീഡിയ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ പാത്ത് ഉള്ളതാണ് ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയറുകൾ ഉപയോഗിച്ചോ കേബിൾ ഉപയോഗിച്ചോ ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ച് ചെയ്യുന്നതാണ് ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കറക്റ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് പ്രധാനമായിട്ടും വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾക്കകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വേവ്സിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദെയർ ഫ്രീക്വൻസീസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു വേരിയസ് ടൈപ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് വയർലെസ് മീഡിയയ്ക്കകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫ്രീക്വൻസി ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പല തരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പലതരത്തിലുള്ള കാറ്റഗറിയിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വേവുകളുണ്ട്. അതിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ തരത്തിലുള്ള ഒരു വേവുകളാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കിലോ ഹെർട്സ് മുതൽ 3 ജിഗാ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെയാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. റേഡിയോ വേവ്സ് ഹാവ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 3 കിലോ ഹെർട്സ് ടു 3 ജിഗാ ഹെർട്സ്. അപ്പോൾ ഫ്രീക്വൻസി 3 കിലോ ഹെർട്സ് മുതൽ 3 ജിഗാ ഹെർട്സ് വരെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ നമുക്ക് റേഡിയോ വേവുകളെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ റേഡിയോ വേവുകളെ ഉപയോഗിക്കാറുണ്ട്. These waves are easy to generate and can go over the walls of a building easily. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന വേവുകളാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ വാളിനകത്തൊക്കെ കയറി പോകാനുള്ള കഴിവും ഈ റേഡിയോ വേവ്സിനുണ്ട്. ദാറ്റ് ഈസ് വൈ റേഡിയോ വേവ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. അപ്പോൾ ഇൻഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ റേഡിയോ വേവുകളെ നമ്മൾ വളരെ ഉപയോഗിക്കുന്നുണ്ട്. കോർഡ്ലെസ് ഫോൺ, AM ആൻഡ് FM റേഡിയോ, മൊബൈൽ ഫോണുകൾക്ക് തുടങ്ങിയവയ്ക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള റേഡിയോ വേവുകളെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പം 3 കിലോ ഹെർട്സ് മുതൽ 3 ജിഗാ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ് റേഡിയോ വേവുകൾ. അത് ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ വാള് തന്നെ പെൻട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് റേഡിയോ വേവുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. കോർഡ്ലെസ് ഫോണുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, AM ആൻഡ് FM റേഡിയോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റേഡിയോ വേവുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ കഴിയും, ആ റേഡിയോ വേവുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റിന കാണും. അപ്പോൾ അതിങ്ങനെ നാനാഭാഗത്തേക്കും ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ആകാശവാണിയുടെ നിലയത്ത് നിന്ന് ഇതേണക്കുള്ള ഒരു ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയോ വേവുകളെ നമ്മുടെ റേഡിയോ റിസീവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ AM-ഉം FM-ഉം റേഡിയോയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ആദ്യത്തത് റേഡിയോ വേവ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ. അത് 3 കിലോ ഹെർട്സ് മുതൽ 3 ജിഗാ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള വേവുകളാണ്.
ഇനി നമുക്ക് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ റേഡിയോ വേവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്മിഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വേവ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. Therefore, transmitting and receiving antennas need not be aligned face to face. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടു, ഇതിൻ്റെ ആൻറ്റിനാസ് നാലാ ഭാഗത്തേക്കും ഈ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ആൻറ്റിന വേണമെന്ന് നിർബന്ധമില്ല. കാരണം അത് നാനാ ഭാഗത്തേക്കും ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റേഡിയോ വേവ്സിനെ എവിടെ നിന്ന് വേണമെങ്കിലും റിസീവ് ചെയ്യാം. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയ. അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല ഏത് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്യാൻ പെനിട്രേറ്റ് ത്രൂ മോസ്റ്റ് ഒബ്ജക്ട്സ്. മിക്കവാറും ഒബ്ജക്റ്റുകളെല്ലാം പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഇൻഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന വേവുകളാണ്. ട്രാൻസ്മിഷൻ ക്യാൻ ബി അഫക്റ്റഡ് ബൈ മോട്ടോഴ്സ് ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അപ്പോൾ മോട്ടോറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളോ ഒക്കെ ഇതിൻ്റെ ട്രാൻസ്മിഷനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ റേഡിയോയോ അല്ലെങ്കിൽ പഴയ നമ്മളിപ്പോഴത്തെ കേബിൾ ടി വി അല്ല, പണ്ടത്തെ ആൻറ്റിന വെച്ചുകൊണ്ടുള്ള ടി വി ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന കൂടെ മോട്ടോറുകളുടെയോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ എഫക്റ്റുകൾ ഈ ട്രാൻസ്മിഷനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിഷന് കുറവാണ്. Permissions from authorities concerned are required for use of a radio wave transmission. ഇപ്പോൾ റേഡിയോ വേവ് ട്രാൻസ്മിഷൻ നമുക്ക് തോന്നുന്നത് പോലെ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് നമ്മുടെ അതോറിറ്റീസിൻ്റെ പെർമിഷൻ വേണം. എന്തിനാണ്? റേഡിയോ വേവ്സ് ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ റേഡിയോ വേവ് ഒന്നും ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് അതോറിറ്റീസിൻ്റെ പെർമിഷൻ ആവശ്യമായിട്ട് വരും. ഇതാണ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത് മൈക്രോവേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ഹാവ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 300 MHz ടു 300 GHz വരെയുള്ള 300 MHz മുതൽ 300 GHz വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോവേവുകളെന്ന്. Microwaves travel in straight lines and cannot penetrate any solid object. നേരത്തെ ഉള്ള റേഡിയോ വേവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോലെ അല്ല മൈക്രോവേവുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെയോ അവ സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവ സ്ട്രെയിറ്റ് ലൈൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് പറയാം. അത് സോളിഡ് ഒബ്ജക്റ്റിനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് കനോട്ട് പെനിട്രേറ്റ് എനി സോളിഡ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രൈറ്റ് ലൈനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഹൈ ടവേഴ്സ് ആർ ബിൽറ്റ് ആൻഡ് മൈക്രോവേവ് ആൻറ്റിനാസ് ആർ ഫിക്സഡ് ഓൺ ദെയർ ടോപ്പ് ഫോർ ലോങ് ഡിസ്റ്റൻസ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം മൈക്രോവേവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഹയർ ആയിട്ടുള്ള ആൻറ്റിനകൾ വെച്ചിട്ട് അതിനകത്ത് ഈ മൈക്രോവേവ് ട്രാൻസ്മിറ്ററുകൾ വയ്ക്കും. എന്നിട്ടാണ് ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് വേറെ ഒബ്ജക്റ്റുകളൊന്നും പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ ഒബ്ജക്റ്റുകളെക്കാൾ ഹൈറ്റിൽ ഈ ആൻറ്റിന വേണം. എന്നിട്ടാണ് അവ തമ്മിൽ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആസ് ദിസ് വേവ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻസ് ദ ആൻറ്റിനാസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ഹാവ് ടു ബി അലൈൻഡ് വിത്ത് ഈച്ച് അതർ. സ്ട്രൈറ്റ് ലൈനിലാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ടവറിൽ നിന്ന് അടുത്ത ടവർ ഇതിനെ അലൈൻ ചെയ്ത് വച്ചാലേ ആ സിഗ്നൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മൈക്രോവേവ് ടവേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്സ് ബീയിങ് യൂസ്ഡ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ടവേഴ്സ്. അപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണ് ഇത് മൈക്രോവേവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ആ മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസിയെയും അതേപോലെ അത് ആ ടവർ എത്ര ഹൈറ്റിലാണ്, ആ ടവറുകൾ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അത് നല്ല ഹൈറ്റിലുണ്ടാവണം. അപ്പോൾ അത് എത്ര ഹൈറ്റിലുള്ളതാണ് എന്നുള്ളതും അവയിലൂടെ ഉള്ള മൈക്രോവേവ്സിൻ്റെ ട്രാൻസ്മിറ്റിംഗ് ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്താണ് അത് എത്ര ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതാണ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫിഗറിൽ കാണുന്നത് മൈക്രോവേവ് ട്രാൻസ്മിഷനാണ്.
അതിന് ട്രാൻസ്മിഷൻ റിസീവിങ് ആൻറ്റിനകൾ ഒരുമിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, വളരെ ഹൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു ആൻറ്റിന, അതിനകത്തുള്ള നമ്മൾ ട്രാൻസീവർ എന്നാണ് പറയുന്നതിന്. എന്താണ് ട്രാൻസീവർ? ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിവുള്ള സാധനങ്ങളെയാണ് ട്രാൻസീവർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ ടവറിൻ്റെ ആ സ്ട്രൈറ്റ് ലൈനിൽ അലോക്കേറ്റ് ചെയ്ത് അടുത്ത ടവർ ഫിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് റേഡിയോ വേവുകളെ അപേക്ഷിച്ച് മൈക്രോവേവിനുള്ള പ്രശ്നം എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ഈ ആൻറ്റിനകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ടു ഫേസ് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ മൈക്രോവേവ് ട്രാൻസ്മിഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് മൈക്രോവേവ് ട്രാൻസ്മിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്. വയർഡ് മീഡിയ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണഗതിയിൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. ദ ട്രാൻസ്മിഷൻ ഈസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ട്രാൻസ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് ആൻറ്റിനാസ് നീഡ് ടു ബി പ്രോപ്പർലി അലൈൻഡ്. അതായത് ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. ആ സ്ട്രൈറ്റ് ലൈനിൽ തന്നെ അടുത്ത ആൻറ്റിന അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഇതാണ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അടുത്ത തരത്തിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ് ഇൻഫ്രാറെഡ് വേവുകൾ എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് വേവ് ഹാവ് എ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 300 GHz ടു 400 THz വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള വേവുകളെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. ദീസ് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ആപ്ലിക്കേഷൻസ്, ചെറിയ ഡിസ്റ്റൻസിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ, അതായത് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ മാത്രമേ എന്തിനകത്ത് നടക്കത്തുള്ളൂ, ഇൻഫ്രാറെഡ് വേവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ സാധാരണഗതിയിലുള്ള മൈക്രോവേവുകൾ പോലെയോ റേഡിയോ വേവുകൾ പോലെയോ ഉള്ള ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാറെഡിനകത്ത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇനി ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ, ഹെൻസ് ഇൻഫർമേഷൻ പാസ്ഡ് ടു വൺ ഡിവൈസ് ഈസ് നോട്ട് ലീക്ഡ്. അതായത് ഒരു ലൈൻ ഓഫ് സൈറ്റിലാണ് ഇതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ തമ്മിലാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അവ തമ്മിൽ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ വേറെ ഒരു തരത്തിലും ഇത് വേറെ എങ്ങോട്ടെങ്കിലും ലീക്കായി പോവുമോ? ആ ഒരു സ്ട്രൈറ്റ് ലൈനിലേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്ക് ചെയ്യത്തില്ല. ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. ഇൻഫ്രാറെഡ് വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 ഡിവൈസുകളെ ഒരു സമയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച റേഡിയോ വേവുകളോ മൈക്രോവേവുകളോ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 2ൽ കൂടുതൽ ഡിവൈസുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇൻഫ്രാറെഡിനകത്താകുമ്പോൾ ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. ദ വേവ്സ് കനോട്ട് ക്രോസ് സോളിഡ് ഒബ്ജക്ട്സ്. സോളിഡ് ഒബ്ജക്ട്സ് ഒന്നും ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റിമോട്ട് കൺട്രോളും ടെലിവിഷനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാറെഡ് വഴിയാണ് നടക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ നമ്മുടെ റിമോട്ട് വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ സോളിഡ് ഒബ്ജക്റ്റിനെ ക്രോസ് ചെയ്യാൻ ഇതിന് കഴിയില്ല. അതായത് ഇൻഫ്രാറെഡിനകത്ത് കഴിയില്ല. ദ ലോങ്ങർ ദ ഡിസ്റ്റൻസ് ദ വീക്കർ ദ പെർഫോമൻസ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും പെർഫോമൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇൻഫ്രാറെഡ് വേവ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പെർഫോമൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പെർഫോമൻസ് കുറയും.